ഒരു വാർത്ത എടുക്കാം. കഞ്ചാവ് കലർത്തിയ കോഴിക്കോട് കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റുമായി അതിഥിതൊഴിലാളി പിടിയിലെന്നാണ് വാർത്ത. ഡൽഹി സ്വദേശി മോനി സജം ആണ് പിടിയിലായത്. സമീർ, ഇയാൾ വിൽപ്പനാടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്നതാണോ ഈ കഞ്ചാവ് ചോക്ലേറ്റ്? ഇയാൾ ആരാണ്, എന്താണ്? സമീർ. SKN ഹാഷ്മി ആൻഡ് GK ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ വിൽപ്പനക്കായി കൊണ്ടുവന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് കലർന്നിട്ടുള്ള ചോക്ലേറ്റ് മിഠായി. ഇയാൾ കുറ്റ്യാടി തൊട്ടിൽപ്പാലം റോഡിൽ ഏതാനും വർഷങ്ങളായി കട നടത്തുകയാണ്. ആ സ്റ്റേഷനറി കടയിൽ നിന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം പരിശോധന നടത്തുകയും കഞ്ചാവ് കലർന്ന ചോക്ലേറ്റ് മിഠായി പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവാക്കളും എത്തുന്നതും വിവിധ വസ്തുക്കൾ വാങ്ങിപ്പോകുന്നതും നാട്ടുകാരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരവും എക്സൈസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാദാപുരം എക്സൈസ് ഇൻസ്പെക്ടർ അനിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അതിലാണ് 348 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് കലർന്ന ചോക്ലേറ്റ് മിഠായി പിടികൂടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പരിശോധന പോലീസിൻ്റെയും അതുപോലെ തന്നെ എക്സൈസിൻ്റെയും ഭാഗത്ത് നടക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധയിടങ്ങളിൽ MDMAയും അതുപോലെ തന്നെ കഞ്ചാവും ഒക്കെ പിടിച്ചെടുക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കഞ്ചാവ് കലർന്ന ചോക്ലേറ്റ് മിഠായും പിടികൂടിയിരിക്കുന്നത്. SKൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന 24 നടത്തുന്ന ഈ ക്യാമ്പയിനും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. പോലീസും അതുപോലെ തന്നെ എക്സൈസും ഒക്കെ കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും അവരൊക്കെ തന്നെ പിടികൂടിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശിക്ഷിക്കപ്പെടാനൊക്കെ ഇടയാവുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ ഈ 42കാരനായിട്ടുള്ള ഡൽഹി സ്വദേശി മോയിൻ അജമാണ് എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഹാഷ്മി. കോഴിക്കോട്